ശ്രീ ഗുരുഭ്യോ നമ. തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് നടന്നു വരുന്ന രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ശ്രീശങ്കര ആർഷപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലെ 4-ാം ദിവസമാണിന്ന്. ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്ന മിടുക്കന്മാർ ഒന്ന് വിനീത് കൃഷ്ണന്, വൈഭവ വി കൈമൾ. ഇവർ രണ്ടുപേരൂടെയാണ് ചോദ്യോത്തര രീതിയിൽ രാമായണ പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം സന്ധ്യാനാമം അവതരിപ്പിക്കുന്നത് അദ്രിനാഥ്. അപ്പം വിനീത് കൃഷ്ണനെയും വൈഭവ വി കൈമളിനെയും ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. വൈഭവ്. മ്യൂട്ടാണ്, മ്യൂട്ട് മാറ്റിയിട്ട് ചൊല്ലേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. വൈഭവ് സ്റ്റാർട്ട് ചെയ്യേ. ഇപ്പോൾ അയോധ്യയിൽ എത്തിയ മഹാ തേജസ്വിയായ വിശ്വാമിത്ര മഹർഷി എന്താണ് ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത്? മഹാനായ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാജാവേ, ഞാൻ ഒരു യജ്ഞം ആരംഭിക്കാൻ പോകുന്നു. അതിന് തടസ്സമുണ്ടാക്കാൻ രാക്ഷസന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനികളായ രാക്ഷസന്മാരാണ് സുബാഹുവും മാരീചനും. എന്റെ ക്രോധം കൊണ്ട് എനിക്ക് അവരെ വധിക്കാം. പക്ഷേ അങ്ങനെ ചെയ്താൽ എന്റെ വ്രതത്തിന് ഭംഗം വരും. അങ്ങയുടെ മൂത്ത പുത്രനായ തേജസ്വിയായ സത്യപരാക്രമിയായ രാമന് മാത്രമേ അവരെ വധിക്കാൻ ശക്തിയുള്ളൂ. അതിനാൽ ആ രാമനെ എന്റെ കൂടെ യജ്ഞ സംരക്ഷണത്തിനായി പറഞ്ഞു വിടുക. അപ്പോൾ പുത്രസ്നേഹം കൊണ്ടും രാക്ഷസന്മാർ 15 വയസ്സ് മാത്രം പ്രായമുള്ള രാമനെ വല്ലാതെ ആക്രമിക്കും എന്ന് ഭയന്നത് മൂലവും രാമന് പകരം താൻ വരാം എന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി വല്ലാതെ കോപിഷ്ഠനായി. ഇത് കണ്ട വസിഷ്ഠ മഹർഷി രാമന്റെ യഥാർത്ഥ ശക്തിയെയും വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് രാമന് ലഭിക്കേണ്ടതായ അതിബലവത്തായ അസ്ത്രങ്ങളെക്കുറിച്ചും മന്ത്രശക്തികളെക്കുറിച്ചും വിശദമായി ദശരഥ മഹാരാജാവിനെ പറഞ്ഞു മനസ്സിലാക്കുകയും ശ്രീരാമനെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദശരഥ മഹാരാജാവ് യാഗരക്ഷയ്ക്കായി രാമനോടൊപ്പം ലക്ഷ്മണനെയും കൂടി മഹർഷിയോടൊപ്പം അയക്കുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുകയും മന്ത്രങ്ങളും വലിയ ശക്തിയുള്ള അസ്ത്രങ്ങളും മറ്റും ഉപദേശിക്കുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അവ എന്താണെന്ന് പറഞ്ഞു തരാമോ? ആദ്യമായി വിശ്വാമിത്ര മഹർഷി അവർക്ക് ബല അതിബല എന്ന 2 മന്ത്രങ്ങളാണ് ഉപദേശിച്ചത്. ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും ഉണ്ടാക്കില്ല, വലിയ കീർത്തി ഉണ്ടാകും, ബുദ്ധിമാനാകും, ഏത് പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം സ്വയം ലഭിക്കും, എല്ലാവിധ അറിവുകളും ലഭിക്കും. 3 ലോകങ്ങളിലും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് തുല്യരായി ആരും ഉണ്ടാകില്ല. അവനവനിലുള്ള സദ്ഗുണങ്ങൾ പല മടങ്ങ് വർദ്ധിക്കും. അങ്ങനെയുള്ള ഈ മന്ത്രങ്ങൾ ഉപദേശിച്ച ശേഷം അവർ യാത്ര തുടർന്നു. വനത്തിലൂടെയുള്ള യാത്രയിൽ അവർ മലദം എന്നും കരൂഷം എന്നും പേരുള്ള ജനപദത്തിലെത്തി. ആ വനത്തിൽ 1000 ആനകളുടെ ശക്തിയുള്ള ഒരു രാക്ഷസി താടക എന്നൊരു യക്ഷിണി അവളുടെ മകനായ മാരീചനോടൊപ്പം വസിച്ചിരുന്നു. ഇവർ അവിടെയുള്ള ജനങ്ങളെയെല്ലാം അതിക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ഈ താടകയുടെ കഥ മഹർഷി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും താടക എന്ന ആ ഭയങ്കരി അലറിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം താടകയെ ശ്രീരാമൻ വധിച്ചു. ആ രാക്ഷസിയെ ശ്രീരാമൻ വധിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി സന്തുഷ്ടനായി. ധർമ്മചക്രം, കാലചക്രം, വജ്രാസ്ത്രം, ബ്രഹ്മശിരോസ്ത്രം തുടങ്ങി അനേകം അസ്ത്രങ്ങളും മോദകി, ശിഖരി എന്നീ 2 ഗദകളും ധർമ്മപാശം,
കാലപാശം, ഭരണപാശം എന്നീ ദിവ്യ ആയുധങ്ങളും മഹർഷി അവർക്ക് നൽകി. അവർ വാമനമൂർത്തിയുടെ പൂർവാശ്രമമായ സിദ്ധാശ്രമത്തിലെത്തി. വിശ്വാമിത്ര മഹർഷി മഹാബലിയുടെയും വാമനാവതാരത്തിന്റെയും കഥകൾ പറഞ്ഞുകൊടുത്തു. പിന്നീട് വിശ്വാമിത്ര മഹർഷി യജ്ഞം ആരംഭിച്ചു. പതിവ് പോലെ സുബാഹു, മാരീചൻ തുടങ്ങിയ രാക്ഷസന്മാർ യാഗം മുടക്കാനായി അനേകം ഉപദ്രവങ്ങൾ ചെയ്തു തുടങ്ങി. വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞയനുസരിച്ച് ശ്രീരാമചന്ദ്രസ്വാമി മാരീചനെ ഒരസ്ത്രം കൊണ്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സുബാഹുവിനെയും മറ്റ് രാക്ഷസന്മാരെയും രാമലക്ഷ്മണന്മാർ വധിച്ചു. പിറ്റേന്ന് അവർ ജനക മഹാരാജാവ് നടത്തുന്ന യാഗവും അവിടെയുള്ള പ്രശസ്തമായ ധനുസും കാണാൻ പുറപ്പെട്ടു. മാർഗമധ്യേ വിശ്വാമിത്ര മഹർഷി സ്വന്തം കുലത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ശ്രീരാമസ്വാമി ഗംഗാദേവിയുടെ കഥ ചോദിച്ചു. അതും വിശ്വാമിത്ര മഹർഷി ഭംഗിയായി വിവരിച്ചു. വിശ്വാമിത്ര മഹർഷി ശ്രീരാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്ത ആ ഗംഗാദേവിയുടെ കഥ ഞങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാമോ? പറയാം. ഗംഗാദേവി ആകാശം, ഭൂമി, പാതാളം എന്നീ 3 വഴികളിലൂടെ ഒഴുകി സമുദ്രത്തെ പ്രാപിക്കുന്നു. ഹിമാലയം എന്ന പർവ്വതശ്രേഷ്ഠന്റെ പത്നിയാണ് മഹാമേരു പർവ്വതത്തിന്റെ മകളായ മേന. ഇവർക്ക് 2 പുത്രിമാരുണ്ടായി. ഒന്ന് ഗംഗ, രണ്ടാമത് ഉമ. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ഗംഗയെ ശ്രീപരമേശ്വരന് കൊടുത്തു. ഉമാദേവിയും തപസ്സു ചെയ്ത് മഹാദേവനെ പ്രാപിച്ചു. അങ്ങനെ അവർ 2 പേരും ലോകപൂജിതകളായി. ഉമാദേവിയിൽ ശ്രീ മഹാദേവന് കാർത്തികേയൻ എന്ന പുത്രൻ ജനിച്ചു. അവനെ ദേവസേനാപതിയാക്കി. സഗര രാജാവിന്റെ കഥയും ഈ സമയം അവർക്ക് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുത്തു. സഗരപുത്രന്മാർ കപിലസ്വരൂപനായ വാസുദേവന്റെ ക്രോധാഗ്നിയിൽ ഭസ്മമായി. അവർക്ക് സദ്ഗതി ഉണ്ടാകണമെങ്കിൽ ഗംഗാജലം കൊണ്ട് ഉദകക്രിയ ചെയ്യണം എന്ന് ഗരുഡ ഭഗവാൻ പറഞ്ഞു. പിന്നീട് സഗര മഹാരാജാവിന്റെ പൗത്രനായ അംശുമാന് ദിലീപൻ എന്ന പുത്രൻ ഉണ്ടായി. ഉടനെയൊന്നും ആ വംശത്തിലെ ആർക്കും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ദിലീപൻ ഗംഗയെ കൊണ്ടുവന്ന് പിതൃക്കൾക്ക് ഗതി ഉണ്ടാക്കണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. അദ്ദേഹത്തിന് ഭഗീരഥൻ എന്ന പേരായ ഒരു പുത്രനുണ്ടായി. ഭഗീരഥൻ ഗുണവാനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവായി മാറി. ഭഗീരഥൻ പുത്രലാഭത്തിനായി ബ്രഹ്മാവിനെ കഠിന തപസ്സു ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനോട് ഭഗീരഥൻ പിതൃക്കളുടെ ചിതാഭസ്മം ഗംഗാജലം കൊണ്ട് പവിത്രമാക്കണം, ഇക്ഷ്വാകു വംശത്തെ നിലനിർത്തണം, അതിനാൽ എനിക്കൊരു സൽപുത്രൻ വേണം എന്നുമുള്ള ആഗ്രഹങ്ങൾ അറിയിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് പുത്രഭാഗ്യം തന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. പിന്നെ ഹിമവൽ പുത്രിമാരിൽ മൂത്തവളായ ഗംഗ ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിക്ക് താങ്ങാനാവില്ല. സാക്ഷാൽ പരമശിവനോട് അവളെ ശിരസിൽ വഹിക്കാൻ അഭ്യർത്ഥിക്കണം. പിന്നീട് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ ഭഗീരഥൻ കഠിന തപസ്സു ചെയ്തു. പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഗംഗയെ ശിരസിൽ വഹിക്കാമെന്ന് സമ്മതിച്ചു. ഭഗീരഥൻ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചതനുസരിച്ച് ഗംഗ ശിവന്റെ ശിരസിലേക്ക് അതിശക്തമായി പ്രവഹിച്ചു. സ്വല്പം അഹങ്കാരത്തോടെ തന്നെ. അഹങ്കാരം മനസ്സിലാക്കിയ ശിവൻ അവളെ തന്റെ ജടയ്ക്കുള്ളിൽ ബന്ധിച്ചു നിർത്തി. ഗംഗ ജടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരാനാകാതെ അനേക കാലം ചുറ്റിത്തിരിഞ്ഞു. ഭഗീരഥൻ വീണ്ടും തപസ്സു ചെയ്തു. പരമശിവൻ സന്തുഷ്ടനായ ഗംഗയെ ബിന്ദു സരസിലേക്ക് ഒഴുകാൻ അനുവാദം കൊടുത്തു. അവിടെ നിന്ന് ഗംഗ ഹ്ലാദിനി, പാവനി, നളിനി, സചക്ഷുസ്, സീത, സിന്ധു എന്നിങ്ങനെ 6 കൈവരികളായി പിരിയുകയും 7ാമതൊരു കൈവരി ഭഗീരഥനെ പിന്തുടർന്ന് ഭൂമിയിലുമെത്തി. ഭഗീരഥൻ പിതൃക്കളുടെ ചിതാഭസ്മം ഗംഗയെ പവിത്രീകരിച്ചു. അവർക്ക് സ്വർഗം ലഭിച്ചു. ഇത്രയും ബുദ്ധിമുട്ടി ഗംഗയെ ഭൂമിയിൽ എത്തിച്ചത് ഭഗീരഥനാകയാൽ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് ലഭിച്ചു. ഗംഗയുടെ ഈ അതിശക്തമായ ഒരുക്ക് ജന്മ മഹർഷിയുടെ യാഗത്തിന് തടസ്സമായി വന്നു. ക്രോധത്താൽ അദ്ദേഹം ഗംഗയെ മുഴുവനും കുടിച്ചു പറ്റിച്ചു. വീണ്ടും ഭഗീരഥൻ തപസ്സു ചെയ്ത് മുനിയെ പ്രസാദിപ്പിച്ചു. അദ്ദേഹം തന്റെ ചെവിയിൽ കൂടി ഗംഗയെ പുറത്തുവിട്ടു. അതുകൊണ്ട് ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേര് സിദ്ധിച്ചു. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഈ ഗംഗാചരിത്രം കേട്ടാൽ ആയുസ് വർദ്ധിക്കും, ധനധാന്യ സമൃദ്ധി ഉണ്ടാകും, പുത്രലാഭം ഉണ്ടാകും, പിതൃക്കൾ സംപ്രീതരാകും, എല്ലാ പാപങ്ങളും നശിക്കും. പിന്നീട് വിശ്വാമിത്ര മഹർഷി ദിതി അതിഥി പുത്രന്മാരുടെ കഥ പറഞ്ഞു കൊടുത്തു. പാലാഴി മഥന കഥയും പറഞ്ഞു കൊടുത്തു. മരുത്തുക്കൾ ഉണ്ടായ കഥയും പറഞ്ഞു കൊടുത്തു. 7 മരുത്തുക്കൾ ആവഹൻ, പ്രവഹൻ, സംവഹൻ, ഉദ്വഹൻ, വിവഹൻ, പരിവഹൻ, പരാവഹൻ എന്നിവരുടെ കഥ പറഞ്ഞു കൊടുത്തു. പിന്നീട് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടുകൂടി ജനക രാജധാനിയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടം ഗൗതമ മഹർഷിയുടെയും അഹല്യാദേവിയുടെയും വാസസ്ഥലമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള കഥ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. അടുത്തത് സന്ധ്യാനാമം. അദ്രിനാഥ്. രാമായ രാമഭദ്രായ
രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവശിഖാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻ ചരിതമോതുവാൻ നിനാവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗല ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ട് ഞാനിതാ രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമരാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോട് മത്സ്യമായ അവതരിച്ച മാധവ ഭക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാറിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായ അവതരിച്ചു നീപുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയയങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യ മന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ച് യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യം ഉൾപ്പുകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മദർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹി മാം. പാതുകമ്പരാധനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിന് മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാക ബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേ ഗമിച്ച് സർവകാര്യവും ഗ്രഹിച്ച് ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോട് ചൊൽവതിന് ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോട് എതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങൾ ആശു തീർത്ത രാമ രാമ പാഹി മാം. മഞ്ജുറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിക്ഷരക്ഷ ചെയ്തുകൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസ കുലം മുടിച്ച് രക്ഷയും വസുന്ധരയ്ക്ക് തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. വന്യമണ്ഡലേരുന്ന സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്ക് പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമനാമം ചൊല്ലുവാൻ
അവസരം തന്നതിന് ഗുരുനാഥൻ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. 3 മിടുക്കന്മാരും വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ കർത്തവ്യം നിറവേറ്റി. ഇനി അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് മതിച്ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് രാമായണ മാസത്തിന്റെ 4-ാം ദിവസമാണ്. കേൾക്കാമോ സാറേ? കേൾക്കാമോ? കേൾക്കാം മതിച്ചേട്ടാ, കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം 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 കേൾക്കാം. രാമായണ മാസത്തിന്റെ 4-ാം ദിവസമാണ്. അതിൽ പ്രഭാഷണവും ചോദ്യോത്തരമായിട്ട് നടത്തിയത് വൈഭവും വിനീത് കൃഷ്ണനും. വൈഭവ് ലളിതമായ 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് വളരെ വിശദമായിട്ട് തന്നെ വിനീത് കൃഷ്ണൻ മറുപടിയും പറഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ സത്യത്തില് രാമായണത്തിന്റെ മഹത്വം എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ദിവസവും ഇത് പാരായണം ചെയ്യുന്നതിന്റെ ആവശ്യകത ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. ഈ 2 കുട്ടികളും വളരെ ഭംഗിയായിട്ട് അവരെ ഏൽപ്പിച്ച കർത്തവ്യം നിറവേറ്റി. അത്രയും രാമായണത്തിലെ കഥാപാത്രങ്ങളെയും സംഭവബഹുലമായ കഥകളെയും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതിന് നേതൃത്വം നൽകിയ ഗുരുനാഥനായ പരമേശ്വർ എത്ര താല്പര്യമാണ്. അദ്ദേഹം ശബരിമലയിൽ നിൽക്കുകയാണ്. അവിടുന്ന് അറ്റൻഡ് ചെയ്തിട്ട് കുട്ടികളെ ആശീർവദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ, കുട്ടികളുടെ സ്നേഹം എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് ശരിക്കും കുഞ്ഞുങ്ങളും അവരുടെ രക്ഷകർത്താക്കളും മനസ്സിലാക്കി കൂടുതൽ താല്പര്യപൂർവ്വം ഈ മഹാഗ്രന്ഥത്തെ ഒന്നിനൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭാരതീയ കുടുംബ ബന്ധങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ് രാമായണം. മാതൃപിതൃ പുത്ര സഹോദര ഭാര്യ ഭർത്തൃബന്ധങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്ന ഉയർച്ചകളും താഴ്ചകളും ഒക്കെ രാമായണത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന മാർഗദീപമാണ്. നമ്മൾ അതിനകത്തുള്ള മഹാവാക്യങ്ങളൊക്കെ അനുസരിക്കണ്ടേ? അനുസരിച്ചാൽ എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും സർവൈശ്വര്യങ്ങളോടുകൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മുടങ്ങാതെ കർക്കിടക മാസം കഴിഞ്ഞാലും രാമായണ പാരായണം തുറന്നുകൊണ്ടേയിരിക്കണം. അദ്രിനാഥിന്റെ സന്ധ്യാനാമ പാരായണം ഗംഭീരമായിരുന്നു മക്കളെ. ദിവസവും ചെല്ലണം കേട്ടോ. വീട്ടില് സമാധാനവും സർവൈശ്വര്യങ്ങളും ഉണ്ടാകും. മോനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നടത്തുന്നു. താങ്ക് യു സാർ. നമസ്കാരം. താങ്ക് യു സാർ. വൈഭവ്, വിനീത്, അദ്രിനാഥ് 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ആന്റി. താങ്ക് യു. എല്ലാ 3 പേരുടെയും വളരെ നന്നായിരുന്നു മക്കളെ. ഇതുപോലെ എന്നും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നും ചെല്ലാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ ആശംസ പറയാൻ? ബാലകൃഷ്ണൻ സാർ നമസ്കാരം. നാളെ പരിപാടി അവതരിപ്പിക്കുന്നത് ദേവിക, ദിത്സ, ധൃതി എന്ന 3 മിടുക്കികളാണ് നാളെ. അപ്പോൾ എല്ലാവരും നാളെയും കൃത്യസമയത്ത് തന്നെ പങ്കെടുത്ത് ഈ ഒരു നല്ല പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഈശ്വരകാരുണ്യം ഉണ്ടാകട്ടെ, ഉത്തരോത്തര ഉന്നതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.